നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച അർദ്ധരാത്രി, അതായത് ഇന്ന് മാനത്ത് ഉൽക്കാവർഷം ദൃശ്യമാകുമെന്ന റിപ്പോർട്ട്. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 24 വരെയാണ് പെർസിഡസ് ഉൽക്കാവർഷം നടക്കുന്നതെന്നാണ് ഗവേഷകർ അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇത് വ്യക്തമായി ദൃശ്യമാകുമെന്നാണ് പുതിയ റിപ്പോർട്ട്. 2024 തന്നെ ഏറ്റവും മികച്ച ഉൽക്കാവർഷമായാണ് നാസ ഇതിനെ വിലയിരുത്തുന്നത്. മണിക്കൂറിൽ 50 മുതൽ 100 വരെ ഉൽക്കകൾ ദൃശ്യമായേക്കാം. തെളിഞ്ഞ ആകാശത്താണ് ഇത് കാണാൻ കഴിയുക. ഗോളാർദ്ധത്തിന്റെ വടക്കൻ മേഖലയിലാണ് ഇത് ദൃശ്യമാവുക. നഗരപ്രദേശങ്ങളിലെ വെളിച്ചത്തിൽ നിന്ന് മാറി ആകാശം നിരീക്ഷിച്ചാൽ ഉൽക്കാവർഷം കാണാൻ കഴിയും. ഗൾഫ് രാജ്യങ്ങളിൽ മിക്കയിടത്തും ഉൽക്കാവർഷം ദൃശ്യമാകുമെന്നാണ് റിപ്പോർട്ട്. UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് കാണാമെന്നാണ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി പറയുന്നത്. ഷാർജയിൽ പലയിടത്തും ആകാശ നിരീക്ഷണത്തിനായി പ്രത്യേക സൗകര്യം അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന പ്രതിഭാസമാണിത്. ചിഹ്നഗ്രഹം, വാൽനക്ഷത്രം തുടങ്ങിയവ സഞ്ചരിച്ച പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഉൽക്കാവർഷം ദൃശ്യമാകുന്നത്. വാൽനക്ഷത്രം സഞ്ചരിച്ച പാതയിൽ അവയുടെ കണങ്ങൾ അവശേഷിക്കുന്നുണ്ടായിരിക്കും. ഇതേ പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോൾ കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരികയും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയും ചെയ്യുന്നതാണ് ഉൽക്കാവർഷം. വർഷം തോറും ആകാശവിസ്മയം തീർത്തെത്തുന്ന പെർസിഡസ് ഉൽക്കാവർഷം കാണുന്നതിന് വാനനിരീക്ഷകരെയും സഞ്ചാരികളെയും ഷാർജ മെലീഹ ആർക്കിയോളജിക്കൽ സെന്റർ ക്ഷണിച്ചിട്ടുണ്ട്. ഈ അപൂർവ ദൃശ്യം ആസ്വദിക്കാൻ ഷാർജ മെലീഹ ആർക്കിയോളജിക്കൽ സെന്റർ ഒരുക്കിയ പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കാം. മെലീഹ മരുഭൂമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പ് സൈറ്റിൽ ഈ മാസം 12 വൈകിട്ട് 7 മുതൽ രാത്രി 1 മണി വരെയാണ് പരിപാടി. മെലീഹ മരുഭൂമിയിലെ മനോഹരമായ പശ്ചാത്തലത്തിൽ അത്യാധുനിക ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് വാനനിരീക്ഷണം നടത്താനുള്ള അവസരമുണ്ട്. ഉൽക്കാവർഷത്തെക്കുറിച്ചുള്ള വിദഗ്ധ പ്രഭാഷണം, ക്വിസ് മത്സരങ്ങൾ, ദൂരദർശനിലൂടെ ചന്ദ്രനെയും ഗ്രഹങ്ങളെയും കാണൽ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി പരിശീലനം തുടങ്ങി വിവിധ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ പരിശീലനം ലഭിച്ച മെലീഹയിലെ വിദഗ്ധരുടെ സഹായത്തോടെ ചിത്രങ്ങൾ പകർത്താനുമാവും. ഒരു വാൽനക്ഷത്രമോ ചിഹ്നഗ്രഹമോ കടന്നുപോയ പാതയിലൂടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഉൽക്കാമഴകൾ ഉണ്ടാകുന്നത്. ഈ പാതയിൽ വാൽനക്ഷത്രങ്ങളിൽ നിന്നുള്ള പൊടിയോ പാറകളോ അവശേഷിക്കും. ഭൂമി ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുന്ന ഇവ ഉൽക്കകളായി പെയ്തിറങ്ങും. ഡെൽറ്റ, അക്വറിറ്റ്സ്, ആൽഫ, കാപ്രിക്കോർഡിറ്റ്സ് ഉൽക്കാവർഷങ്ങൾ അവസാനിക്കുന്നത് തൊട്ട് പിന്നാലെയാണ് ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി പെർസിഡസ് ഉൽക്കാവർഷവും പാരമ്യത്തിലെത്തുന്നത്. ഇതോടെ ഒന്നിനു പുറകെ ഒന്നായി ആകാശത്ത് വർണ്ണപൂരം തീർക്കപ്പെടാനുള്ള സാധ്യതയും ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല. ഞായറാഴ്ച മുതൽ പെർസിഡസ് ഉൽക്കാവർഷം ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. എങ്കിലും ഇത് പാരമ്യത്തിലെത്തുന്നത് ഓഗസ്റ്റ് 12, 13 ദിവസങ്ങളിലായിരിക്കും.